ഇൻഷാ അല്ലാഹ്. 4 അനുഗ്രഹങ്ങൾ അത് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ദുനിയാവിൽ അവൻ വിജയിച്ചു. ഒന്ന് നല്ലൊരു ഭവനമാണ്, നല്ലൊരു വാഹനമാണ്, മറ്റു നല്ലൊരു അയൽവാസിയാണ്, മറ്റൊന്ന് നല്ലൊരു ഭാര്യയോ നല്ലൊരു ഭർത്താവോ ആണ്. നല്ലൊരു ഭാര്യയും ഭർത്താവിനെ നമുക്ക് കിട്ടണം. അങ്ങനെ കിട്ടിയവരാണ് നമ്മൾ. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ നല്ല ഭാര്യ, നല്ല ഭർത്താവ്, തുടക്കത്തിലൊക്കെ സ്നേഹമുണ്ടായിരുന്നു, നല്ല പരസ്പരം റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു, കെയറിങ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതില്ല. അല്ലെങ്കിൽ ഞങ്ങളുടെ സ്നേഹം കുറയുന്നുണ്ടോ എന്നൊരു സംശയം. ഈ പറയാൻ പോകുന്ന ഇസ്മ ഭാര്യയും ചൊല്ലണം, ഭർത്താവും ചൊല്ലണം, രണ്ടുപേരും ഒരുമിച്ചാണ് ചൊല്ലേണ്ടത്. ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഊഹു ബിഹാ. അല്ലാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ട്. ആ നാമങ്ങളെ മുൻനിർത്തിയിട്ട് നിങ്ങൾ അല്ലാഹുവോട് ദുആ ചെയ്താൽ അല്ലാഹു നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കും. ഓരോ ആവശ്യത്തിനനുസരിച്ച് ഇസ്മ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉലമാക്കൾ വിശദീകരിച്ചത്.